പിരമിഡ്സിനെ പറ്റി ആര് എന്ത് എപ്പോൾ പറഞ്ഞാലും ഞാനിങ്ങനെ കിളി പോയവരിക്കും. ഇതിനെപ്പറ്റി ഒരുപാട് മിസ്റ്ററീസും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിരമിഡ്സ് മെയിനായിട്ട് കണ്ടുവരുന്നത് ഈജിപ്റ്റ്, അമേരിക്ക, ചൈന അങ്ങനെ ഒരുപാട് സ്ഥലത്താണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഈജിപ്തിലാണ്. ഏകദേശം 1000-ഓളം പിരമിഡ്സാണ് നമ്മുടെ ഈജിപ്തിൽ കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്സിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. അതുപോലെ തന്നെ ഒരിക്കൽ നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും വലിയ മാൻമെയ്ഡ് സ്ട്രക്ചർ ആയിരുന്നു ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്. ഈ ഒരു ഏൻഷ്യൻ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഒരുപാട് സംഭവങ്ങളും ഹിസ്റ്ററീസും ഉണ്ട്. അതായത് നമ്മുടെ സയന്റിസ്റ്റുമാർക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും കുഴപ്പിച്ച 3 കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ പിരമിഡ്സിന്റെ ലൊക്കേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പിരമിഡിന്റെ എക്സാക്ട് ലൊക്കേഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതേ നമ്പർ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമുക്കറിയാവുന്നതിൽ വെച്ച് ഈ യൂണിവേഴ്സിലത്തെ ഏറ്റവും സ്പീഡുള്ള ഒരു സംഭവമാണ് ലൈറ്റ്. നമ്മളെല്ലാവരും പണ്ട് സ്കൂളിൽ പഠിച്ചത് ലൈറ്റിന്റെ സ്പീഡ് ഏകദേശം 3 ലക്ഷം km/s ആണെന്നാണ്. എക്സാക്ട്ലി ലൈറ്റിന്റെ സ്പീഡ് മീറ്റർ/സെക്കൻഡിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗിസയുടെ കറക്റ്റ് ലൊക്കേഷൻ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. ശരിയായിരിക്കാം, ഇത് ചിലപ്പോൾ ഒരു മിയർ കോയിൻസിഡൻസ് ആയിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് യാതൊരു എക്സ്പ്ലനേഷൻ ഇതുവരെയായിട്ടൊരു മോഡേൺ സയന്റിസ്റ്റിനും പറയാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചൊരു കണക്കല്ല. അതായത് നമ്മുടെ ഭൂമിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഒരു തരത്തിലുള്ള ഒരു മെട്രിക്സ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഏതൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈക്വലി ഒരു മെട്രിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഏതൊരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് മനുഷ്യന്മാരായിക്കോട്ടെ ഏതൊരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷനും ഒരു ഒബ്ജക്റ്റിനെ ഈക്വലി ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസിക് ഫോം ഓഫ് മാപ്പിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പലർക്കും പലതരത്തിലുള്ള ഒപ്പീനിയൻ ഉണ്ട് ഈ ഒരു സെയിം ടോപ്പിക്കിനെ പറ്റിയിട്ട്. ഈ ഒരു പോയിന്റ് പലരും പല രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവും. അതായത് ചിലവർ പറയുന്നുണ്ടാവും ഇതൊരു മിയർ കോയിൻസിഡൻസ് മാത്രമായിരിക്കും, ചിലവർ പറയുന്നുണ്ടാവും ഇത് ആരോ പർപ്പസ്ഫുള്ളി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഫാക്ട് നിങ്ങൾ മിക്കവാറും ചിന്തിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ മെഷർമെന്റിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏൻഷ്യൻ ടൈമിൽ യൂസ് ചെയ്തിരുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ക്യൂബിറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 53 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിരമിഡിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാമായിരിക്കും. അതായത് പിരമിഡിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. പിന്നെ അത് മുകളിലേക്ക് പോകുന്തോറും അതൊരൊറ്റ പോയിന്റിൽ വന്ന് അവസാനിക്കും. അങ്ങനെയാണ് ഒരു പിരമിഡിന്റെ ബേസിക് സ്ട്രക്ചർ. ഈ പിരമിഡിന്റെ ബേസിന്റെ ഒരു സൈഡിലത്തെ ലെങ്ത് എന്ന് പറയുന്നത് 365.242 ക്യൂബിറ്റ് ആണ്. ഈ നമ്പർ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അതായത് എക്സാക്ട്ലി നമ്മുടെ ഭൂമിയുടെ ഒരു വർഷം എന്ന് പറയുന്നത് 365.242 ഡേയ്സ് ആണ്. ആയിക്കോട്ടെ, ഇതൊരു മിയർ കോയിൻസിഡൻസ് ആയിരിക്കാം. പക്ഷെ എന്നോട് ഒരാൾ ഈ ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒരിക്കലും ഒരു കോയിൻസിഡൻസ് ആയിട്ട് പറയില്ല. ഇത്രയും അക്യുറസിയോടെ ഈ ഒരു സ്ട്രക്ചർ പണിയണമെങ്കിൽ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ കൈകൾ ഇതിന് ഉൾപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പിരമിഡ്സും കാര്യങ്ങളെല്ലാം പണിതത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയായിട്ട് യാതൊരു ഐഡിയ ഇല്ല എന്നല്ല. പക്ഷെ ആ കാലത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു 100% സോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഫാക്റ്റാണ് എനിക്ക് പിരമിഡ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിയേക്കുന്നത്. പിരമിഡ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് ഒരുപാട് വലിയ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പിരമിഡ്സ് ഇങ്ങനെ പണിതേക്കുന്നത്. അപ്പോൾ ഇതൊരു ഡെസേർട്ടിൽ കൊണ്ടുവച്ച് പണിയാന്നൊക്കെ പറയുന്നതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഏലിയൻസ് ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മുടെ പിരമിഡ്സിന്റെ സ്ട്രക്ചറൊക്കെ പണിതേന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് നമ്മൾ മനുഷ്യർ തന്നെ കൈകൊണ്ട് പണിതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഒരു കൂട്ടം ആൾക്കാർ ഏലിയൻസ് ആയിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പിരമിഡിന്റെ ഷേപ്പും നമ്മുടെ ഭൂമിയുടെ സ്ട്രക്ചറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് നമ്മുടെ ഭൂമിയെ ചെറുതാക്കി സൈഡിൽ നിന്ന് നോക്കുന്ന പിരമിഡിന്റെ 3 കോർണറുകളെ നമ്മൾ മുട്ടിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മുടെ ഭൂമിയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര മാത്തമാറ്റിക്കലി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമ്മുടെ പിരമിഡ്സിൽ എങ്ങനെ എൻകോഡ് ചെയ്യാൻ പറ്റി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ മാത്രമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പിരമിഡ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിരമിഡ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്.
പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പിരമിഡ്സിനകത്ത് ഒരുപാട് ഡ്രോയിങ്സും ഒരുപാട് സ്കെച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മിക്കവാറും പിരമിഡ്സിനെ പറ്റി എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ഇംഗ്ലീഷും മലയാളം പോലെ തന്നെ അവരുടെ ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ അതിൽ ചിലതിലൊക്കെ കാണിക്കുന്നത് ആകാശത്ത് നിന്ന് ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടും അങ്ങനെയുള്ള കുറെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈജിപ്തിൽ മാത്രമല്ല വേറെ കുറെ ഏൻഷ്യൻ മാനുസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിം സംഭവം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈജിപ്തിനെ ഏലിയൻസ് ആയിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം അത്രയ്ക്ക് മാത്തമാറ്റിക്കൽ ഡേറ്റാസും കാര്യങ്ങളൊക്കെയാണ് ആ കാലത്ത് ഈജിപ്തിന്റെ പിരമിഡ്സിലും ഈജിപ്തിന്റെ സ്ട്രക്ചേഴ്സിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരുപാട് ഡോക്യുമെന്ററീസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ തന്നെയുണ്ട്. ക്യാമറ ഭയങ്കര ഓവർ ഹീറ്റ് ആയിട്ട് ഓഫായി പോയി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതായത് എങ്ങനെ പോയാലും ഒരു 10-18 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അതുമാത്രമല്ല അടുത്ത ആഴ്ച ഞങ്ങൾ അത്യാവശ്യം ബിസി ആയതുകൊണ്ട് ഇതൊരു പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം.